ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെന്ന ഡിസൈനിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത്. എല്ലാ ടൈപ്പ് ഡിസൈൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബ്രൈഡൽ ഡിസൈനിലെ പാർട്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബ്രൈഡൽ ഡിസൈനിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബോർഡർ ബെൽറ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ബ്രൈഡൽ ഡിസൈൻ, ഇന്ത്യൻ ബ്രൈഡൽ ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ബോർഡർ ബെൽറ്റ് വരച്ചിട്ടാണ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോർഡർ ബെൽറ്റ് ആയിട്ട് വരയ്ക്കുന്ന കുറച്ച് ഡിസൈൻസ് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ ആദ്യം നമ്മൾ ഒരു തിക്ക് ലൈൻ വരയ്ക്കണം. നമ്മൾ ഇന്നലെ വരച്ച രീതിയിൽ തന്നെ 2 തിൻ ലൈൻസ് വരച്ച് അതിൻ്റെ സെൻറ്റർ ഡാർക്ക് ചെയ്ത് തന്നെ തിക്ക് ലൈൻ വരയ്ക്കണം. അപ്പോൾ ഒരു തിക്ക് ലൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിക്ക് ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഒരു തിൻ ലൈൻ വരയ്ക്കും. ഇനി നമ്മൾ ഒരു ലൈനും കൂടി വരയ്ക്കുക. അത് ഹംസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ടോട്ടൽ 4 ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ വേണ്ടി ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് തിക്ക് ലൈൻ ആണ്. അപ്പോൾ നമ്മൾ ഈ 4 ലൈനും വരച്ചതിന് ശേഷം മാത്രം ഫസ്റ്റ് ലൈനെ നമ്മൾ തിക്ക് ലൈൻ ആക്കി കൊടുക്കുക. 2 തിൻ ലൈനിനെ നല്ല ഡാർക്കായിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരച്ചു കൊടുത്ത് തിക്ക് ലൈൻ ആക്കുക. അപ്പോൾ തിക്ക് ലൈൻ, അത് കഴിഞ്ഞൊരു തിൻ ലൈൻ, പിന്നെ ഒരു ലൈനും കൂടി വേണം. അത് ഹംസിനാണ്. തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ്. ഇതാണ് നമ്മൾ ബോർഡർ ബെൽറ്റിന് എപ്പോഴും ആദ്യം വരയ്ക്കേണ്ട സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ബോർഡർ ബെൽറ്റിന് ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ്. അപ്പോൾ എല്ലാ ബ്രൈഡൽ ഡിസൈനിലും നമ്മൾ ആദ്യം ബോർഡർ ബെൽറ്റ് വരച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ തിക്ക് ലൈൻ, തിൻ ലൈൻ, ഹംസ് എല്ലാ ബോർഡർ ബെൽറ്റിനും കോമൺ ആയിട്ട് വരുന്നതാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് യു പോലെ വരച്ചു കൊടുക്കാം. അത്യാവശ്യം യു പോലെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇത്രയായപ്പോൾ ഒരു ബോർഡർ ബെൽറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ്. അത് കഴിഞ്ഞ് യു പോലെ വരച്ചപ്പോൾ നമുക്ക് ഒരു ബോർഡർ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബോർഡർ ബെൽറ്റ് വരയ്ക്കാം. അപ്പോൾ അടുത്ത ബോർഡർ ബെൽറ്റ് വരയ്ക്കാനും നമ്മൾ ഇതുപോലെ തന്നെ തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ് വരയ്ക്കണം. ഇവിടെ നമ്മൾ തിക്ക് ലൈൻ വരയ്ക്കുമ്പോൾ മുകളിൽ ഈ ഡിസൈൻ, എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ, മുകളിൽ ഡിസൈൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈൻ വരച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു ലൈനിനെ ഡാർക്കാക്കി നമുക്ക് തിക്ക് ലൈൻ ആക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തിക്ക് ലൈൻ്റെ ഒരു ലൈൻ വരച്ചു, പിന്നെ തിൻ ലൈൻ, വീണ്ടും ഹംസിന് ഒരു ലൈനും കൂടി വരയ്ക്കാം. ഇത് വരച്ചതിന് ശേഷം നമുക്ക് ആദ്യം വരച്ച ലൈനിനെ തിക്ക് ലൈൻ ആയി കൊടുക്കാം. ആദ്യം തിക്ക് ലൈൻ വരച്ചിട്ട് തിൻ ലൈനും ഹംസിൻ്റെ ലൈനും വരച്ചാലും കുഴപ്പമില്ല. അതല്ലാതെ എല്ലാ ലൈനും വരച്ചതിന് ശേഷം ഇതിനെ ഡാർക്ക് ചെയ്ത് തിക്ക് ലൈൻ ആക്കിയാലും കുഴപ്പമില്ല. എങ്ങനെയാണോ നമ്മുടെ കംഫർട്ട് അതനുസരിച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസിൻ്റെ ലൈനും കൂടി വരച്ചിട്ടുണ്ട്. നമ്മൾ ബ്രൈഡൽ ഡിസൈൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ബോർഡർ ബെൽറ്റ്സ് മാത്രമായിട്ടല്ല വരയ്ക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു ബോർഡർ ബെൽറ്റ് കഴിഞ്ഞാൽ അടുത്ത എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ബോർഡർ ബെൽറ്റ് വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ ബോർഡർ ബെൽറ്റ് എല്ലാം കൂടി ഒരുമിച്ച് വരയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് 2 റോയിൽ ഹംസ് വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ, കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു ലൈനും കൂടി താഴോട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഒരു ലൈനും കൂടി താഴേക്ക് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു ലൈൻ, ചെറിയൊരു ലൈൻ താഴേക്ക് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ താഴെ നമ്മൾ വരച്ച ഈ ഒരു ലൈനും വീണ്ടും മുകളിൽ നിന്ന് ഒരു ലൈൻ താഴേക്ക് വരച്ചു കൊടുക്കുക. അതുപോലെ താഴെ വരച്ച ലൈനിൽ നിന്നും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അങ്ങനെ എൻഡ് വരെയും ഒരു ലൈൻ മുകളിലും ഒരു ലൈൻ താഴെയായിട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ ഒന്നൊക്കെ വരയ്ക്കുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക.
ഈ രീതിയിൽ നമ്മൾ താഴെയും മുകളിലും ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബോർഡർ ബെൽറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ബോർഡർ ബെൽറ്റിന് വീണ്ടും നമ്മൾ തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ് വരയ്ക്കണം. അപ്പോൾ അതിന് തിക്ക് ലൈൻ വരയ്ക്കാൻ ഓൾറെഡി ഇവിടെ ഒരു ലൈൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചേർത്ത് ഒരു ലൈനും കൂടി വരച്ചു കൊടുത്താൽ മതിയോ. തിക്ക് ലൈൻ, ഇനി തിൻ ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഹംസ് വരയ്ക്കാനുള്ള ലൈനും കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ, ഇത്ര വരച്ചതിന് ശേഷം നമുക്ക് ആദ്യമേ മുകളിലെ ലൈനിനെ ഒന്ന് തിക്ക് ലൈൻ ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി 2 റോയിൽ ഹംസ് വരച്ചു കൊടുക്കാം. ഇത്ര ആകുമ്പോൾ നമുക്ക് ബോർഡർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡർ ബെൽറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെയും താഴെ ഒരു ചെറിയ ലൈൻ വരച്ചു കൊടുക്കാം. അടുത്ത ഡിസൈനിന് വേണ്ടി ചെറിയൊരു ലൈൻ ഇതിൻ്റെ താഴെയും വരച്ചു കൊടുക്കാം. മുകളിൽ നമുക്ക് റാ പോലെ എഴുതി കൊടുക്കാം. മുകളിൽ നിന്ന് റാ പോലെ എൻഡ് വരെയും വരച്ചു കൊടുക്കാം. റാ പോലെ മുകളിൽ വരച്ചിട്ടുണ്ട്. ഇനി താഴ്ന്ന് നമ്മൾ യു വരയ്ക്കുക. യു വരയ്ക്കുമ്പോൾ ഈ റായുടെ ഈ ലൈനില്ലേ, ഇതിനെ സെൻറ്ററിലാക്കിക്കൊണ്ട് യു വരച്ചു കൊടുക്കാം. അതും അങ്ങ് എൻഡ് വരെയും വരച്ചു കൊടുക്കാം. യു അങ്ങ് എൻഡ് വരെ വരച്ചു കൊടുക്കുക. യു വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുകളിൽ വരച്ച ഈ റായുടെ ലൈനിനെ സെൻറ്ററിലാക്കിക്കൊണ്ട് വേണം യു വരയ്ക്കാൻ. താഴെ യു വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുണ്ട്. അവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതാണ്. അപ്പോൾ ഇനി അടുത്ത ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ലൈൻ ഉള്ളതുകൊണ്ട് തിക്ക് ലൈൻ ആക്കാൻ അതിൻ്റെ താഴെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ മുകളിൽ വരച്ച ലൈനിനെ ജസ്റ്റ് ഒന്ന് തിക്ക് ലൈൻ ആക്കി കൊടുക്കാം. തിക്ക് ലൈൻ, തിൻ ലൈൻ. ഇനി നമ്മൾ 2 റോയിൽ ഹംസ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ വീണ്ടും കുറച്ച് സ്പേസ് വിട്ടിട്ട് താഴെയായിട്ട് ഒരു ബേസ് ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി മുകളിൽ ഈ ഹംസിന് കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു എൽ വരച്ചു കൊടുക്കുക. ഇംഗ്ലീഷ് ലെറ്ററിലെ എൽ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ എല്ലിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് ഒരു 7 പോലെ താഴത്തെ ഈ ലൈനിലേക്ക് വരച്ചു കൊടുക്കുക. വീണ്ടും ഹംസിൽ നിന്ന് എല്ല് വരച്ചു കൊടുക്കുക. മുകളിൽ നിന്ന് താഴേക്ക് 7 എല്ല് തിരിച്ച് 7 പോലെ വരച്ചു കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ അങ്ങ് എൻഡ് വരെയും വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതാണ് അടുത്ത ബോർഡർ ബെൽറ്റ്. ഇനി നമുക്ക് അടുത്തത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ് വരച്ചു കൊടുക്കുക. അപ്പോൾ തിക്ക് ലൈൻ വരയ്ക്കാൻ ഓൾറെഡി ഇവിടെ ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി 2 റോയിൽ ഹംസ് വരച്ചു കൊടുക്കാം. ഓക്കെ, 2 റോയിൽ ഹംസ് വരച്ചു കൊടുക്കാം. അടുത്ത ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ ഇതുപോലെ കുറച്ച് ഹംസിൽ നിന്ന് കുറച്ച് സ്പേസ് വിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഹാർട്ട് വരയ്ക്കില്ലേ, ഹാർട്ടിൻ്റെ പകുതി, ഹാർട്ട് ഷേപ്പിൻ്റെ പകുതി ജസ്റ്റ് ഈ ഹംസിൻ്റെ ഇവിടെ നിന്ന് വരച്ചു കൊടുക്കുക. ഹാർട്ടിൻ്റെ പകുതി, നമ്മൾ ഈ ഹാർട്ട് വരയ്ക്കത്തില്ലേ, ഇതുപോലെ വരയ്ക്കില്ലേ, ഈ ഹാർട്ട് വരയ്ക്കുന്നതിൻ്റെ പകുതി മാത്രം മതിയോ, ഫുള്ള് വരയ്ക്കേണ്ട പകുതി ഒരു സൈഡിൽ വരച്ചു കൊടുക്കുക.
ഓക്കെ, ഹാർട്ടിൻ്റെ പകുതി മുകളിൽ നിന്ന് അങ്ങേൻ്റെ വരെയും വരച്ചു കൊടുക്കുക. ബാലൻസ് പകുതി താഴെയായിട്ട് വരച്ചു കൊടുക്കുക. ഈ പകുതി നമ്മൾ താഴെയായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഹംസ് വരച്ചതിന് ശേഷം ഹാർട്ട് ഷേപ്പിൻ്റെ പകുതി ഹംസിൽ ടച്ച് ചെയ്ത് വരച്ചു കൊടുക്കുക. അങ്ങനെ അങ്ങ് വരെയും വരച്ചു കൊടുക്കുക. ബാലൻസ് പകുതി താഴത്തെ ലൈനിൽ നിന്ന് നമ്മളിതുപോലെ വരച്ചു കൊടുക്കുക. അതും അങ്ങ് വരെയും വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് അടുത്ത ബോർഡർ ബെൽറ്റ്. ഓക്കെ, ഇനി അടുത്ത ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ് വരച്ചു കൊടുക്കുക. ഇവിടെ ഓൾറെഡി ലൈൻ ഉള്ളത് കൊണ്ട് നമ്മൾ തിക്ക് ലൈൻ വരയ്ക്കാൻ ഒരു ലൈൻ വരച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ തിക്ക് ലൈൻ വരയ്ക്കാൻ 2 തിൻ ലൈൻ വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഡാർക്ക് ചെയ്താണ് നമ്മൾ തിക്ക് ലൈൻ വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ആ ഒരു ലൈൻ ഉള്ളത് കൊണ്ട് നമ്മൾ താഴെ ഒരു ലൈൻ വരച്ച് ഇതിനെ ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. വീണ്ടും നമ്മളൊരു തിൻ ലൈൻ വരയ്ക്കുക. വീണ്ടും നമ്മൾ തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ് വരയ്ക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ തൽക്കാലം ഒരു റോയിലെ ഹംസ് വരച്ചിട്ടുള്ളൂ. നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഒരു റോയിൽ ഹംസ് വരച്ചത്. 2 റോസിൽ ഹംസ് വരയ്ക്കണം. ഇപ്പോൾ തൽക്കാലം ഒരു റോയിൽ. വീണ്ടും നമ്മൾ അടുത്ത ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഹംസിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് വീണ്ടും ഒരു ലൈൻ താഴെ വരയ്ക്കുക. എന്നിട്ട് ഈ ഹംസിൻ്റെ മുകളിലായിട്ട് ആദ്യം ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക. പിന്നെ ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കുക. ഒന്നുകൂടി പറയാം, ഒരു സ്ലീപ്പിംഗ് ലൈൻ, ഒരു സ്ലാൻഡിങ് ലൈൻ, വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ. ഈ രീതിയിൽ വരച്ചു കൊടുക്കുക. ഹംസിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് ഫസ്റ്റ് ഒരു സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ ഒരു സ്ലാൻഡിങ് ലൈൻ, പിന്നെ വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ. അടുത്തത് നമ്മൾ വരയ്ക്കേണ്ടത് ഇതിൻ്റെ താഴെ നല്ല ഈ ആദ്യം വരച്ച സ്ലീപ്പിംഗ് ലൈനിൽ ചേർത്ത് തന്നെ വീണ്ടും അടുത്തൊരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക. വീണ്ടും ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. താഴേക്ക് വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ മുകളിൽ ആദ്യം വരച്ച സ്ലീപ്പിംഗ് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, പിന്നെ വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ. അതുപോലെ നമ്മൾ അങ്ങ് എൻഡ് വരെയും വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ ഇതുപോലെ തന്നെ വീണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ, വീണ്ടും ഒരു സ്ലാൻഡിങ് ലൈൻ, ഒരു സ്ലീപ്പിംഗ് ലൈൻ. ഇത് താഴ്ന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇവിടെ നിന്നൊരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക. ഇതിനെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കുക. അടുത്തത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ സ്ലീപ്പിംഗ് ലൈൻ നമ്മൾ അവസാനിപ്പിച്ച സ്ഥലത്തു നിന്നാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക, സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക, താഴേക്ക് ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കുക. അതുപോലെ അങ്ങ് എൻഡ് വരെയും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് മുകളിൽ 2 സൈഡും ഇതുപോലെ 2 കർവ് ലൈൻ വരച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു സ്ലീപ്പിംഗ് ലൈൻ, ഒരു സ്ലാൻഡിങ് ലൈൻ, വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ. താഴെ വീണ്ടും അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, വീണ്ടും ഒരു താഴേക്കൊരു സ്ലീപ്പിംഗ് ലൈൻ. ഇതുപോലെ 2 സൈഡിൽ നിന്നും അങ്ങേൻ്റെ വരെയും വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് അടുത്ത ബോർഡർ ബെൽറ്റ്. ഇനി അടുത്തത് വരയ്ക്കാൻ വീണ്ടും നമ്മൾ തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ലൈൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ തിക്ക് ലൈനിന് വേണ്ടി ഒരു ലൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ വേണ്ടി ഈ ഹംസിന് കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ വേവ് പോലെ ഒരു ലൈൻ താഴേക്ക് വരച്ചു കൊടുക്കുക. വേവി ലൈനായിട്ട് താഴെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചതുപോലെ തന്നെ വൈൻസ് ഇവിടെ നിന്ന് വരച്ചു കൊടുക്കുക. മുകളിൽ നിന്ന് ഒരു വൈൻസ് വരച്ചു കൊടുക്കുക, താഴെ നിന്നും വൈൻസ് വരയ്ക്കുക. അങ്ങനെ ഈ ഗ്യാപ്പിലെല്ലാം വൈൻസ് വരച്ച് ഫില്ല് ചെയ്യുക. ഇങ്ങനെ സ്ലാൻഡിങ് ആയിരിക്കുന്ന ഈ ഒരു പോർഷനിലാണ് വരച്ചു കൊടുക്കുന്നത്.
മുകളിലോട്ടൊന്ന് താഴേക്കൊന്ന് അങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മൾ ഈ വരയ്ക്കുമ്പോൾ ഈ ഒരു സ്ലാൻഡിങ് പോലെ ഈ വേവി ലൈനിൽ ഈ സ്ലാൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന സ്ഥലത്ത് വരച്ചു കൊടുക്കുക. വൈൻസ് വരയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ഡോട്ട് വരുന്നത് പോലെ തന്നെ പേസ്റ്റ് ഞെക്കി കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. ആദ്യം ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക, നല്ല തിക്കായിട്ട് ഡോട്ട് വരുന്നത് വരെ വരയ്ക്കുക. എന്നിട്ട് മുകളിലേക്ക് സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. അല്ലാതെ ചെറുതായി പോകരുത്. ഇത് നമ്മൾ വൈൻസ് വരയ്ക്കുമ്പോൾ തീരെ നൈസായിട്ട് പോകരുത്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഡോട്ട് വരുന്നത് വരെ വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് വരയ്ക്കാൻ വീണ്ടും നമ്മൾ തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ് വരച്ചു കൊടുക്കുക. ആദ്യം ഒരു തിക്ക് ലൈൻ വരയ്ക്കുക. ഇവിടെ ലൈൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 2 ലൈൻ വരച്ച് തിക്ക് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ വേണ്ടി വീണ്ടും നേരത്തെ പോലെ തന്നെ ഹംസിന്ന് കുറച്ച് സ്പേസ് ഇട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, ഈ ഒരു ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് മതി. ഈ ഗ്യാപ്പിൽ നമ്മൾ ചേർത്ത് സർക്കിൾ വരച്ചു കൊടുക്കാം. നമ്മൾ ആദ്യത്തെ സർക്കിൾ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ സർക്കിൾ ഒന്നും ചെയ്യണ്ട, വീണ്ടും അടുത്തത് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ള സർക്കിൾ വെറുതെ ഇടുക. അത് കഴിഞ്ഞ് വീണ്ടും ഡാർക്ക് ചെയ്യുക. അങ്ങനെ എൻഡ് വരെയും നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ വീണ്ടും നമ്മൾ തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോ ഓഫ് ഹംസ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ലൈൻ ഉള്ളതുകൊണ്ട് തിക്ക് ലൈൻ വരയ്ക്കാൻ ഒരു ലൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഈ ബോർഡർ ബെൽറ്റ് വരയ്ക്കാൻ നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുക്കുക. താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിൻ്റെ എൻഡിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്തൊരു ലൈൻ വരയ്ക്കുക. അത് ഇത്രയും വലുത് വേണ്ട, ആദ്യം വരച്ചതിൻ്റെ അത്ര വലുത് വേണ്ട. ചെറിയൊരു ലൈൻ കൊടുത്ത് ഒരു ഡോട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ആദ്യം വരച്ച അതേ ലെങ്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ എൻഡിൽ ഒരു ഡോട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ ചെറിയൊരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ എൻഡിൽ ഒരു ഡോട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ അങ്ങ് എൻഡ് വരെയും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് വരയ്ക്കാൻ വീണ്ടും നമുക്ക് തിക്ക് ലൈൻ, തിൻ ലൈൻ, 2 റോയിൽ ഹംസ് വരച്ചു കൊടുക്കാം. നമ്മൾ തിക്ക് ലൈൻ, തിൻ ലൈൻ, ഹംസ് വരച്ചിട്ടുണ്ട്. 2 റോയിൽ വരയ്ക്കണം. ഇപ്പോൾ തൽക്കാലം ഒരു റോയിലേ വരച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ എൻഡിൽ നമുക്ക് വൈൻസ് വരച്ചു കൊടുക്കാം. വൈൻസ് ചരിച്ച് അങ്ങ് എൻഡ് വരെയും വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ബോർഡർ ബെൽറ്റ്. ഇതിന് പകരം ഈ ഒരു ബോർഡർ ബെൽറ്റ് വരയ്ക്കുന്നതിന് പകരം നമുക്ക് ഈ ഹംസിൻ്റെ താഴെ ഡോട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ജസ്റ്റ് താഴെ ഒന്ന് കാണിക്കാം. ഇവിടെ നമുക്ക് വൈൻസിന് പകരമായിട്ട് ഡോട്ട്സ് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഹംസിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഒരേ സൈസിലുള്ള ഡോട്ട് വേണമെങ്കിലും വരയ്ക്കാം. നമുക്ക് ഒരു ഡോട്ട് വലുത്, ഒരു ഡോട്ട് ചെറുത്, അങ്ങനെ വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഓക്കെ, ഇത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ബോർഡർ ബെൽറ്റ്സ് ആണ്. ഇനി നമുക്ക് നമ്മൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ ഇത് ചേർത്തല്ല വരയ്ക്കുക. ഈ ഓരോ ബോർഡർ ബെൽറ്റ്സിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഡിസൈൻ ഉണ്ടാവും. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.